ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ഞങ്ങൾക്കും ഇവിടെ രണ്ടുപേർക്കും വളരെ സുഖം. ലൈഫ് എൻജോയ് ചെയ്തിരിക്കുന്നു. രണ്ടുപേരല്ലേ ഉള്ളൂ സുഖം. ഇന്ന് ഞങ്ങളുടെ ഡിന്നർ നൈറ്റ് ഒരു സ്പെഷ്യൽ ഡിഷാണ്. ഇൻഡോ തായ് കോമ്പിനേഷനാണ്. തായ് ചിക്കൻ കറി, നമ്മുടെ കോൺ പുട്ട്, ചോളപ്പുട്ട്, ഡബിൾ ഹോസിൻ്റെയാണ് ചോളപ്പുട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ എങ്ങനെ ഇരിക്കും. ഒരു പരീക്ഷണങ്ങൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്, അങ്ങനെ ഫുഡിൽ ആഹാരങ്ങൾ ഉണ്ടാക്കുമ്പോഴൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ളതൊക്കെ ബെൽ പെപ്പർ, ഇത് നീളത്തിലുള്ള ബെൽ പെപ്പറാണ്, റെഡ് കളറിൽ. അതിനെ നമ്മൾ നീളത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. ഈ തായ് ഡിഷിൽ എപ്പോഴും കണ്ടിട്ടില്ലേ, നീളത്തിലായിരിക്കും അതിൻ്റെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ അധികം അവരുപയോഗിക്കുന്നത് നാളികേരപ്പാലാണ്, തേങ്ങാപ്പാൽ. അപ്പോൾ അതിന് ഒരു അസലായിട്ടൊരു ഗ്രീൻ കറി പേസ്റ്റ് കിട്ടി, തായിൻ്റെ ഒറിജിനൽ തായ് പേസ്റ്റാണ്. അതിൽ ആർട്ടിഫിഷ്യൽ കളേഴ്സോ പ്രിസർവേറ്റീവ്സോ ഒന്നുമില്ല. നല്ലൊരു ഗ്രീൻ പേസ്റ്റാണ്. നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ കണ്ടപ്പോൾ അതൊരു ഒതൻറ്റിക്കായിട്ട് ടേസ്റ്റ് ആയിരിക്കുമല്ലോ, അവരുടെ അത് ഇമ്പോർട്ടഡാണ്. അപ്പോൾ ഒതൻറ്റിക് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കനും കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട്, ചിക്കൻ ബ്രസ്റ്റാണ് ഇട്ടത്, ക്യൂബായിട്ടുള്ള ചിക്കൻ ബ്രസ്റ്റ്. അതും കുറച്ച് വെജിറ്റബിൾ, ഈ ബ്രോക്കോളി, ബെൽ പെപ്പർ, പിന്നെ ബേബി കോൺ, പിന്നെ പൊട്ടറ്റോ ഉണ്ടെങ്കിൽ ഇടാം, മഷ്റൂം ഇടാം. നമുക്ക് എന്താ അതിൻ്റെ കൂടെ ഇഷ്ടമുള്ളത് അതെല്ലാം ഇടാം. പൊതുവേ 3-4 വെജിറ്റബിൾസാണ് എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ഞാൻ ആ ചിക്കൻ്റെ കൂടെ അതാണ് ഉപയോഗിച്ചത്. നമ്മൾ സാധാരണ പുട്ട് നനയ്ക്കണ പോലെ ഇളം ചൂടുവെള്ളത്തിലാണ് ഞാനത് ചെയ്തത്. നമുക്ക് വാമായിട്ടുള്ളൊരു വെള്ളത്തിൽ, അധികം ചൂട് വേണ്ട, അപ്പോൾ അത് കട്ടയാവുമല്ലോ, ഒരുമാതിരി ആവും. ഇതാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക, വളരെ സോഫ്റ്റായിരിക്കും. അതിൽ ആ ചിരട്ടപ്പുട്ട് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടല്ലേ, സ്റ്റീലിൻ്റെ, അതിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വാമായിട്ടുള്ള കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടും നനച്ചത്, പുട്ടിനുണ്ടാക്കിയത്. ഇതൊക്കെ തെറ്റിപ്പോണം, ഇന്നെല്ലാം തെറ്റല. അതേപോലെ തന്നെയാണ് ഈ പ്രഷർ കുക്കർ എടുത്തതാണ്, പക്ഷെ അത് സൈസ് ശരിയായില്ല. ആദ്യം ഒരെണ്ണം എടുത്തു, അപ്പോൾ അത് വെച്ച് നോക്കിയപ്പോഴുണ്ട് അതിൻ്റെ സ്റ്റീം പോകുന്നത്, ചിരട്ടപ്പുട്ട് വെച്ചപ്പോൾ അത് ബ്ലോക്കായി. അപ്പോൾ അത് സ്റ്റീം വരണ്ടേ, അത് അല്ലെങ്കിൽ വെള്ളം വറ്റിപ്പോയില്ലേ. ആദ്യമേ അതേ ഒരു ഇതായിരുന്നു. പിന്നെ അതിൻ്റെ മാറ്റി കുറച്ച് അടുത്ത സൈസിലുള്ള കുക്കറിൽ വെച്ചു. ഇപ്പോൾ തേങ്ങ ഞാൻ രാവിലെ തന്നെ 2 തേങ്ങ ചിരകി അതിന് തേങ്ങാപ്പാലെടുത്തിട്ട്, എന്താ പറയുക, ഫസ്റ്റ് പാലാണ് എടുത്തത്. അതിൽ ക്രീമില്ലേ, അമൂലിൻ്റെ ക്രീം അതിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് വെറുതെ ഫ്രിഡ്ജിൽ വെച്ചു, ഫ്രീസറിലല്ലാതെ. അപ്പോൾ ഈ തായ് കറിയിൽ എപ്പോഴും മെയിനായിട്ട് നാളികേരപ്പാലാണ്, തേങ്ങാപ്പാൽ കൊണ്ടാണ് അധികവും അവരുണ്ടാവുക അവരുടെ എല്ലാ ഡിഷസിലും. അപ്പം അങ്ങനെ അത് വെച്ചപ്പോൾ എന്താ പറയുക, തിക്കായിട്ട് കിട്ടി പാല്. അല്ലെങ്കിൽ നമ്മൾ ആ ഒന്നാം പാല് തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് നേർത്തൊരു വളരെ എന്താ പറയുക, വെള്ളം പോലെ ആവും കറി അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രീം ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പം അതാണ് ഇത് ഇപ്പോൾ ഈ കലക്കിയിട്ട് അതിലൊഴിച്ചത്. ഇത് വേണ്ട തിക്കായിട്ട് കിട്ടും. അതിൽ ക്രീമും ഉണ്ട്, തേങ്ങാപ്പാലും ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഫ്രിഡ്ജിലത് വെച്ചതുകൊണ്ട് അത് രണ്ടും നന്നായിട്ട് മിക്സായിട്ട് നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തിളപ്പിച്ചാലും അത്രത്തോളം എന്താ പറയുക, തിന്നാവില്ല. മറ്റേ വെറും തേങ്ങാപ്പാലിട്ടിട്ട് തിളപ്പിക്കണ പോലെ അത്രയ്ക്കും നേർത്ത് പോവില്ല. അങ്ങനെയാണ്. പിന്നെ ആ പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അതിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട്, പിന്നെ ചിക്കനും വെജിറ്റബിൾസും
എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കുക. ഇപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് സോഫ്റ്റാണല്ലോ, അപ്പോൾ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയപ്പോൾ എല്ലാം ഒരേ ഇതിൽ തന്നെ വെന്ത് കിട്ടി, കറക്റ്റായിട്ട് വെന്ത് കിട്ടി. പിന്നെ അതിലവർ ഉപയോഗിക്കുന്നത് കുറച്ച് ഹേർബ്സൊക്കെയാണ്. അതിലാണ് ബേസിൽ ലീഫ്, നമ്മുടെ തുളസിയുടെ മണമാണ്. പക്ഷെ അങ്ങനത്തെ തുളസി നമ്മുടെ ഇവിടുത്തെ ആ തുളസിയുടേതല്ല, വേറൊരു തുളസി, സെയിം ഗ്രൂപ്പൊക്കെ തന്നെ. ഒരു വലിയ ലീഫ്, അതിൻ്റെ വലിയ വലിയ ലീഫാണ്. അപ്പോൾ അതാണ് ഞാനത് ചോപ്പ് ചെയ്തത്. പിന്നെ റോസ്മേരി, ഒറിജിനൽ റോസ്മേരി ഇതാണ്, ഫ്രഷായിട്ട്, ഡ്രൈ അല്ല, ഫ്രഷായിട്ടുള്ള റോസ്മേരി. അപ്പോൾ അതിന് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തു. എന്നിട്ട് അതും അതിൽ തായ്ക്കറിയിൽ എപ്പോഴും ഇടുന്നതാണ് ഈ ബേസിൽ. പിന്നെ കണ്ടോ, അപ്പോൾ ഇത് അതിൽ ഒട്ടിപ്പിടിക്കാതെ കറക്റ്റായിട്ട് ചൂടോടുകൂടി വീടും. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ, എനിക്ക് അങ്ങനെ എണ്ണ ചില സമയത്ത് വൈറ്റ് പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഇളം ചൂടുവെള്ളത്തിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ആ പാത്രത്തിൽ അത് ഒട്ടിപ്പിടിക്കും. പിന്നെ അത് തണുത്തിട്ട് വേണം, ചൂട് ആറിക്കഴിഞ്ഞാൽ പാത്രത്തിൽ നിന്ന് വിട്ട് വരുള്ളൂ. ഇതിപ്പോൾ അതല്ലാതെ ചൂടോടൊക്കെയാണ് ഇങ്ങനെ തട്ടിയപ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ അത് വീണു. അങ്ങനെയായിരുന്നു അതിൻ്റെ. പിന്നെ അപ്പോൾ ബാക്കി വന്ന ആ പാല് ഞാൻ എടുത്ത് വെച്ചു. ഇനി നാളെ ഞാൻ ഓട്സ് ഉണ്ടാക്കുമ്പോൾ അതിൽ മിക്സ് ചെയ്ത് കഴിക്കും, തേങ്ങാപ്പാൽ. അതിലും നല്ല ടേസ്റ്റാണ് തേങ്ങാപ്പാലിൻ്റെ കൂടെയും ഓട്സ്. പിന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസ്, ഇന്നെല്ലാം തെറ്റാണല്ലോ എൻ്റെ ഈശ്വര, പറയുന്നത് മുഴുവൻ തെറ്റിപ്പോണു. ഇതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യം അറിയോ. പിന്നെ കുറച്ചും കൂടി എരിവിന് കുരുമുളക് ഇട്ടു. പിന്നെ ബേസിലും ഹേർബ്സൊക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറച്ചൊരു ഒലീവ് ഓയിലും ഇട്ടായി അതിൽ മിക്സ് ചെയ്ത് സ്റ്റവ് ഓഫാക്കി. കറക്റ്റാവും അതിൻ്റെ പാകം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിയിട്ട്, അതെന്തായാലും തിളയ്ക്കാനുള്ളൊരു സമയം വേണമല്ലോ. അപ്പോൾ അതൊന്ന് കഴുകി, അപ്പോൾ ചോപ്പിംഗ് ബോർഡൊക്കെ ഒന്ന് കഴുകി തിരിച്ചതിൻ്റെ അടുത്ത് എടുത്ത് വെച്ചു. അപ്പോൾ അതങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതില്ലെങ്കിൽ ആകെ മെസ്സി ആയിട്ട് തോന്നും, ഒന്നും നീറ്റാവാത്ത മാതിരി തോന്നും. അപ്പോൾ അങ്ങനെ കുറച്ച് ഒലിവ് ഓയിലും ഒഴിച്ച് കൂട്ടാൻ റെഡിയായി. എളുപ്പമാണ്, അതേപോലെ തന്നെയാണ്, നല്ല ടേസ്റ്റാണ്. കാരണം തേങ്ങാപ്പാലിലല്ലേ ഈ വെജിറ്റബിളും ചിക്കനും ഒക്കെ, അപ്പോൾ അതിൻ്റെ രുചി അപാരമാണ്. ചെയ്ത് നോക്കി തന്നെ വേണം, എന്നാൽ തന്നെ അറിയില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കൂ, നന്നായി ഉണ്ടാവും. ഈസി അല്ലേ, നമുക്ക് എന്തായാലും തേങ്ങയും തേങ്ങാപ്പാലും ഒക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലിങ്ങനെ പണ്ട് ഒക്കെ ആണെങ്കിൽ, ഞാനൊക്കെ സ്കൂളിൽ ഇതിലൊക്കെ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ ചിക്കനൊക്കെ ഉണ്ടാക്കുന്നത് എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും. ഇന്നങ്ങനെയല്ലോ, ഡെയിലി ചിക്കനും മീനുമാണ്. കാരണം അമ്മ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ അച്ഛനും അമ്മയും ചിക്കനും കഴിക്കാത്ത ആൾക്കാരാണ്. അവർ നോൺ വെജാണ്, കഴിക്കില്ല, വെജാണ്. അപ്പം ഞങ്ങൾക്കൊക്കെ എപ്പോഴെങ്കിലും വാങ്ങിച്ചിട്ടില്ല. ചിലപ്പോൾ അധികവും വെജ് തന്നെയാണ് കഴിക്കുക. എഗ്ഗ് ഉണ്ടാവും, മാസത്തിലൊന്നൊക്കെ തന്നെ വാങ്ങിക്കുള്ളൂ, മട്ടനോ ചിക്കനോ. അന്ന് എനിക്ക് മട്ടൻ വാങ്ങുമായിരുന്നു, അത്ര ഇഷ്ടമല്ല. പക്ഷേ ചിക്കനോടാണ് കൂടുതൽ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. പിന്നെ ഞാൻ ഇതിൻ്റെ ഇത് കണ്ടില്ലേ, അതെല്ലാം പാലിൻ്റെ പാട അല്ലേ, അതെല്ലാം കൂടി കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിന് ബട്ടർ എടുക്കാൻ ഞാനതിൻ്റെ ഇതിന് മുമ്പ് അതുപോലെ ചെയ്തിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഇതിലിട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ കാണാട്ടോ, നാളെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാവേ. പിന്നെ ഇതൊക്കെ ഉണ്ടോ, ബക്രി പറഞ്ഞിട്ടൊരു ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ടീ ഇതാണ്. അപ്പോൾ അത് ഇൻസ്റ്റൻ്റാണ്. അതിൽ പാൽപ്പൊടിയും എന്താ പറയുക, ടീയും ഷുഗറും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് മാത്രമല്ല, അതിൽ മസാലയുണ്ട്, മസാല ടീ ആണ് ആക്ച്വലി. അപ്പോൾ അത് ഇടയ്ക്ക് കഴിക്കാൻ നല്ല സുഖം കേട്ടോ, നല്ലതല്ല ശരീരത്തിന്, പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചേഞ്ചിന് നല്ലതാണ്. അപ്പം നല്ല എരിവ് വേണം അപ്പോഴേക്ക്. ഏട്ടനും പറഞ്ഞു, അപ്പോൾ കുറച്ചും കൂടി കുരുമുളകും ഡ്രൈ ജിഞ്ചർ, ചുക്കുപൊടിയും ഇടാൻ. അപ്പോൾ അത് നല്ലൊരു എന്താ പറയുക, തൊണ്ടയ്ക്ക് നല്ലൊരു ഒരു എരിവോ ഒരു കുളിർമയോ എന്തോ ഒരു ടേസ്റ്റാണ് അതിൻ്റെ.
ഇത് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല അനുഭൂതി. എൻ്റെ അനുഭൂതിയൊക്കെ ഉപയോഗിച്ചാൽ തന്നെ അറിയുള്ളൂ. അങ്ങനെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നറ്. അപ്പം ഞാനവിടെ നിന്നൊക്കെ ഓരോന്ന് അപ്പം ഞാനെല്ലാം ഇങ്ങനെ ഏട്ടനെ എടുത്ത് കാണിച്ചു കൊടുക്കണം. നല്ല ചൂടുണ്ട്, പിടിച്ചോളൂ, ഗ്ലാസ്സാണെന്നൊക്കെ പറയണ. അപ്പം എങ്ങനെയുണ്ട് ഡിന്നർ? ഒരു സ്പെഷ്യൽ ഡിന്നർ അല്ലേ, ഇൻഡോ തായ് കോംബോ. പിന്നെ ഒരു മസാല ടീയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ടാക്കി നോക്കൂ കേട്ടോ, എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് അഭിപ്രായം പറയണേ. പിന്നെ ആ ഇൻസ്റ്റൻറ്റ് ടീ നമ്മളവിടെയൊക്കെ കിട്ടുന്നുണ്ടോ, ദവാ ബക്രി എന്നാണ് അതിൻ്റെ പേര്. എപ്പോഴും ഒന്നും കഴിക്കാൻ നന്നല്ല, കാരണം അത് ഇൻസ്റ്റൻ്റ് അല്ലേ. എന്നാലും ഇടയ്ക്ക് അതുപോലെ മസാല ടീ ആണ് ആക്ച്വലി. അത് നല്ല എന്താ മസാലയൊക്കെ ഇട്ട് എരിവൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ എങ്ങനെയുണ്ട്? സ്പെഷ്യൽ ഡിന്നർ ഇഷ്ടമായോ? എൻ്റെ വ്ളോഗും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. റിക്വസ്റ്റിംഗ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ബൈ.